2025 നമുക്കൊരു മധുരം വെച്ച് തുടങ്ങിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഓക്കെ, ബിസ്ക്കറ്റ് പുഡിംഗ് എന്ന് പറയുമ്പം മനസ്സിലായല്ലോ. ഇതിൻ്റെ അകത്ത് മെയിൻ ഹീറോ എന്ന് പറയുമ്പം നമ്മുടെ ബിസ്ക്കറ്റ് തന്നെയാണ്. അപ്പം ബിസ്ക്കറ്റ് ടീ ബിസ്ക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. മാരിയോ ടീ ബിസ്ക്കറ്റോ ഇനി ഡൈജസ്റ്റീവ് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതും ട്രൈ ചെയ്യുക. പിന്നെ ഈ കാണുന്ന വൈറ്റ് ലെയർ അതും ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് പാല്, അതിലേക്ക് ഒരു ഇത്തിരി ക്രീം, ഓക്കെ, ഫുൾ ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്, ലൈറ്റ് ക്രീമും ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ഒഴിക്കുക. എന്നിട്ട് ഒരു ബോയിലായി ദാറ്റ് ഈസ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തിക്കായി വരുമല്ലോ. അതിന് ശേഷം ഒരു ഇത്തിരി വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ എന്താ പറയുന്നത്, തീയിൽ നിന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ കുറച്ച് പോർഷൻ വൈറ്റ് ക്രീമായിട്ടും മറ്റേ കുറച്ച് പോർഷനിലേക്ക് ഒരു എന്താ പറയുന്നത്, നട്ടല്ലയോ മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ആഡ് ചെയ്യുക. അപ്പോൾ 2 ലെയർ ക്രീം കിട്ടി, 2 ടൈപ്പ് ക്രീം. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ലെയറാക്കി എടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പോൾ ചെയ്തേക്കുന്ന ബിസ്ക്കറ്റ് ബേസ് ആക്കി വെച്ചു. അതിനുശേഷം വൈറ്റ് ക്രീം ഒഴിച്ചു, പിന്നെ ഒരു ബിസ്ക്കറ്റ് ലെയർ, പിന്നെ ദേ ചോക്ലേറ്റ് ക്രീം, പിന്നെ അതിൻ്റെ പുറത്തിടുന്ന നട്ട്സാണ്. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോയ്സിലും നട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പിസ്റ്റാഷ്യോ ആണ് എടുത്തിരുന്നത്. പിസ്റ്റാഷ്യോ ചോക്ലേറ്റും നല്ല ഒരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് ഒരു മിനിമം 2 to 4 hours വെക്കണം കേട്ടോ. എന്നാലാണ് അതൊന്ന് നന്നായിട്ട് സെറ്റായി വരത്തുള്ളൂ. ഓക്കെ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൺട്രോൾ പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ ദേ പുഡിങ് പുറത്തോട്ടെടുത്തു. സെറ്റായോ എന്ന് ചോദിച്ചാൽ ആയി, പക്ഷേ ഒരു 4 to 5 hours മിനിമം വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ലെയർ നമ്മൾ റെഡിയാക്കിയില്ലേ, അതിൽ ആഡ് ചെയ്തേക്കുന്ന സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു ലെയറിലും സ്വീറ്റ്നെസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീറ്റ് ഇഷ്ടമായിട്ടുള്ള ഒരാളാണെങ്കിൽ ചോക്ലേറ്റ് കൂടുതലിടുക. ഇനി അതല്ല, മിൽക്ക് ലെയറിലേക്ക് കുറച്ചും കൂടെ ഷുഗർ ഇട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഹാപ്പി ന്യൂ ഇയർ.